ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. നമ്മുടെ ദൃശ്യം അതുപോലെ തുടരും, ഈ രണ്ടിന്റെയും കഥയൊക്കെ ഡിഫറെന്റ് ആണെങ്കിൽ പോലും ആ ഒരു രീതി, ആ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് അതൊക്കെ ഒരുപോലെയാണെന്ന് തോന്നിയിട്ടുണ്ട്. ആൻഡ് രണ്ടും നല്ല കിടിലൻ സിനിമകളാണ്. ദൃശ്യം ഭയങ്കരമായ സിനിമ, നമുക്കറിയാം 3 തേർഡ് പാർട്ട് അനൗൺസ് ചെയ്തിരിക്കുന്ന സമയമാണ്. ഈ തുടരുവാണെങ്കിൽ ഇപ്പോഴും വലിയ രീതിയിൽ സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്ന വലിയ കംബാക്കിന്റെ ഒരു തീരാത്ത മാജിക്കുമാണ്. സോ എർദിവിൻ എന്ന് പറയുന്ന ചാനലിൽ അതിഥി എന്ന് പറഞ്ഞ ഒരു മാഷപ്പ് ഇദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. അതിഥി ദൃശ്യം ഇൻഡു തുടരും വേഴ്സസ് തുടരും. മോഹൻലാൽ, ജീത്തു ജോസഫ്, തരുൺ മൂർത്തി, എർദിവിൻ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണ്. 19 മണിക്കൂറായിട്ട് വന്നിട്ട് കുറെ ആളുകൾ അയച്ചു തന്നിട്ടുണ്ട്. ലെറ്റ്സ് വാച്ച്. കിടിലൻ സാധനം എന്നാണ് പറയുന്നത്. കിടിലൻ സാധനം നമുക്ക് കണ്ടുനോക്കാം. അത്രയും ഉറപ്പ് വന്നിട്ടൊക്കെയാണ് അവർ തന്നിട്ടുള്ളത്. സോ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതിഥി, ലെറ്റ്സ് വാച്ച്. റെഡി. നിങ്ങൾ വലിയ മനുഷ്യനാണ്. നിങ്ങളുടെ ഹൃദയവിശാലതയൊന്നും എനിക്കില്ല. ഞാൻ വെറും ഒരു സാധാരണക്കാരനാണ്. എൻ്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം, അതാണ് എൻ്റെ കുടുംബം. അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. അതിഥി ഞങ്ങളുടെ കുടുംബം ശിഥിലമായിട്ടുള്ളൊരു അതിഥി. ഞങ്ങളുടെ യാചനകളൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. ജീവിതം നശിപ്പിക്കരുത്. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിയ ചെറിയൊരു കയ്യബദ്ധം. நீங்க எங்க போறீங்க? നെഞ്ചിനകത്ത് വല്ലാത്തൊരു ഖനം. എന്താ രസം. അവൻ 2 ദിവസം മുമ്പ് ഒരു ഹോസ്പിറ്റൽ കേസിനോട് പോയല്ല. എന്താണെന്നും പറയാതെ. എടാ, പുതിയ പിള്ളേര് നമ്മുടെ കാലത്തെ പോലെ അല്ലടാ. അത് നീ ആദ്യം മനസ്സിലാക്കണടാ. നാളെയും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിലേ നമുക്കൊരു പരാതി കൊടുക്കാൻ സ്റ്റേഷനിൽ. ജോർജുട്ടി എന്താ നോക്കുന്നത്? ആ പയ്യൻ എവിടെ അടികൊണ്ട് വീണ്? അവിടെ. നീ എവിടെ? ഇപ്പോഴത്തെ പിള്ളേരെ ഓരോ പൊടിയൊക്കെ വലിച്ചേറ്റി ബോധമില്ലാതെ അവിടെ ഇവിടെയൊക്കെ പോയി കിടക്കും. ബോധം തെളിയുമ്പോൾ 3-4 ദിവസം കഴിയുമ്പോൾ വീട്ടിൽ പോയി. ഇതൊക്കെ സ്ഥിരം ഏർപ്പാടാണ്. കോൺസെപ്റ്റ് എഡിറ്റ് എൽദോസ് രാജു. എന്റെ ബെൻസേ, നീ അത് വീട്. ഇപ്പോഴത്തെ പിള്ളേരല്ലടാ. Landslide has struck the Mundak-Kayam-Purak-Kayam region at early morning today, leaving many dead and several gone missing. നാടിനെ നടുക്കിയ ഈ ദുരന്തത്തിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ അഴുകിയ ഒരു മനുഷ്യ ശരീരവും കൂടി ലഭിച്ചു എന്നതാണ് ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പോസ്റ്റ്മോർട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ച് പഴക്കമുണ്ട് സാറേ, പണിയാണ്. ഈ സംഭവം പോലീസിനെ തെളിയിക്കാൻ ഒരേ ഒരു തെളിവേ ഉള്ളൂ, നമ്മുടെ ഭയം. മൃതദേഹം കിട്ടിയ ചാക്കിൽ നിന്നും ലഭിച്ച യൂണിഫോമിന്റെ അവശിഷ്ടങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം വിപുലീകരിച്ചിട്ടുണ്ട്. കുഴിച്ചിട്ടത് അബദ്ധമായ ജോർജുട്ടി. സാറേ, വണ്ടിപ്പുര സ്റ്റേഷനിൽ നിന്നാ സാറേ. സംഗതി കൺഫേം ആണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു സാറേ. നമ്മൾ മനഃപൂർവ്വം ആരെയും ദ്രോഹിച്ചിട്ടില്ല. കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത നമ്മുടെ കുടുംബത്തെ നശിപ്പിക്കാൻ ഞാരെ സമ്മതിക്കില്ല. വേറെ രീതിയിലുള്ള പരിപാടി മൊത്തം ചെയ്തേ. ഇത് മൊത്തം മാറ്റിയവൻ. ഈ സീന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാമല്ലോ. കേസിൽ പോലീസിന്റെ നിർണായക നീക്കം. ബോഡി കിട്ടിയ ചാക്കാണ് ഈ കേസ് നിർണായക വഴിത്തിരിവായത്. ഈ ശനിയാഴ്ച, അതായത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി നിങ്ങൾ എവിടായിരുന്നു? ജോർജുട്ടി, എന്താ ഇതൊക്കെ? അപ്പൊ പോലീസ് വരുമല്ലേ?
ഉറപ്പായിട്ടും വരും. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിൽ നിന്നും റാന്നി പെരുന്നാൾ സ്റ്റേഷനിലേക്ക് കേസ് ട്രാൻസ്ഫർ ആവുന്നു. അവിടെ നിന്നാണ് ആ കുടുംബത്തിലേക്ക് കേസ് അന്വേഷണം തുടങ്ങുന്നത്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്ന? ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? എന്തിനാണെന്ന് എനിക്കൊന്നും അറിയില്ല. ജോർജ് കുട്ടിക്ക് ഇത് കൊണ്ടുകളയാൻ ഒരുപാട് സാധ്യതകളുണ്ടായിരുന്നു. അയാളുടെ വീട്ടിൽ നിന്ന് ഒരു 3 മണിക്കൂർ യാത്ര ചെയ്താൽ ഫോറസ്റ്റ് ഏരിയ. ജോർജ് കുട്ടിയുടെ ജീപ്പ് അതുവഴി പോകുന്ന കണ്ട നെയ്ബേഴ്സ് ഉണ്ട്. അത് വെച്ചാണ് ഞങ്ങൾ അവിടെ എത്തിയത്. കുട്ടീനെ നുണ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. സത്യം പറഞ്ഞ പേടിച്ചരണ്ട ഞാൻ പോലീസുകാരുടെ മുമ്പിലിരുന്നത്. ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് സർ. ഞങ്ങൾക്കറിയില്ല. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല സർ. എന്തായാലും ദൈവം കാത്തു. എല്ലാം അവസാനിച്ചല്ലോ. അവരുടെ കഥകൾ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി വേണം അവരിവിടെ നിന്ന് പോവാൻ. ഒന്നും അവസാനിച്ചിട്ടില്ല. അവരിനിയും വരും. ഇതൊരു ഞാനിന്മേൽ കളിയാണ്. വിജയിക്കാൻ പരാജയപ്പെടാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, നീയോ നമ്മുടെ മക്കളോ ജയിലിൽ പോവില്ല. എടാ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നീ വേണ്ടാത്ത പണിക്ക് ഇറങ്ങരുത്. നീ ഭ്രാന്ത് കാണിക്കരുത്. ഞാൻ പറയുന്നു. ജോർജ് കുട്ടി ഇതുവരെ എവിടെയായിരുന്നു? ഞങ്ങൾ എന്ത് പേടിച്ചെന്നു? അറിയാതെ അച്ഛനിങ്ങി വന്നില്ലേ? അച്ഛന് ഞങ്ങളെ തനിച്ചാക്കിട്ട് എങ്ങും പോണ്ട. ഇല്ലില്ല. ബെൻസ് എവിടെ ഏട്ടാ? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. എന്താ കണക്ഷൻ? ഞാൻ വരുന്നിടം വരെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയോ ആരും വിളിക്കുകയോ ചെയ്യരുത്. പുറമേ നിന്ന് ആര് നോക്കിയാലും ഈ വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നണം. മനസ്സിലായോ? ജോർജ് കുട്ടി എവിടെ പോവാ? ഞങ്ങൾ ഇവിടെ തനിച്ചേ നീ ഉള്ളൂ. പേടിക്കണ്ട. രാത്രിയാവുന്നതിന് മുമ്പ് ഞാനിങ്ങനെ എന്താണ്? നമ്മളിതെങ്ങനെ അച്ഛനറിയിക്കും? കാടടയ്ക്കാതെയാണോ ജോർജ് എന്നെ തേടാൻ ഇറങ്ങിയത്? നീ ഈ കളി എവിടെ തുടങ്ങിയോ അവിടെ തന്നെ ഞാൻ തുടങ്ങാം. നിനക്കുണ്ടല്ലോ തൊട്ടാ നോവുന്നൊരു ജീവൻ. കണക്ഷൻ കൊടുക്കുന്ന രീതി ആരെ കൊന്ന് ഇന്റർവെൽ കിളി പറത്തി നിർത്തിയിട്ടോ എന്താവും? ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല. പാട്ട് ആഹാ. ിനുമായി പ്രതിയെ റാന്നി പെരുന്നാട് പോലീസിന് 5 ദിവസത്തേക്ക് വിട്ടുകൊടുക്കുന്നു. എന്തിനാ നീ അവനെ കൊന്നത്? മര്യാദയ്ക്ക് സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എനിക്കറിയില്ല സാർ. പറഞ്ഞല്ലോ ഞങ്ങൾ അന്ന് അവിടെ ഇല്ലായിരുന്നു. എന്റെ ജോർജ് കുട്ടി, നിനക്ക് ആ പയ്യനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെങ്കിൽ നീ പറ. ഞങ്ങൾക്കറിയില്ല സാർ. സത്യമായിട്ടും. എന്തിനു നീ ഇങ്ങനെ തെല്ലുള്ളൂ? എനിക്കറിയില്ല സാറേ. എനിക്ക് പേടിയാവുന്നു. ഞാൻ കുറ്റം ഏറ്റെടുത്തോളാം. നിങ്ങളാരും ജയിലിൽ പോയില്ല. അതെന്റെ വാക്കാ. ആ വാക്ക് പാലിക്കാൻ സാധിച്ചില്ലേ പിന്നെ ജീവിച്ചിരിക്കില്ല. സാറേ നിങ്ങളിത് എവിടെയാ? ഇവിടെ നിറച്ച ആളും ബഹളമൊക്കെയാ. കയ്യും കാലും വിറച്ചിട്ട് പാടില്ല. ഞാൻ പറയുന്ന പോലെ ചെയ്വനി. എന്തിനാടാ എന്റെ മോനെ? ഓ മാതിരി നെറുകേടൊന്നും കോടതിയിൽ നിൽക്കില്ലാട്ടോ ജോർജ് സാറേ. എടാ ഞങ്ങൾക്കൊരാവശ്യം വന്നപ്പോ നീ ഞങ്ങളുടെ കൂടെ നിന്നില്ലേ? നിനക്കൊരാവശ്യം വന്ന പോലീസ് കൂടെ ഉണ്ടോ? നമ്മുടെ കോടതിയല്ലേ? നോക്കാം. കേസ് നമ്പർ 16/2013 പേടിക്കാൻ ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയില്ല. അതായിരിക്കണം നമ്മുടെ സ്റ്റാൻഡ്. ധൈര്യമായിട്ട് പോയിട്ട് പോകും. I strongly object this petition, Your Honor. It is devoid of any merit and may kindly be dismissed. നിങ്ങളുടെ കക്ഷിയെ
സ്വന്തം ജാമ്യത്തിൽ വിട്ടിരിക്കുന്നു. ജോർജ് കുട്ടിയുടെയും കുടുംബത്തിന്റെയും നിരപരാധിത്വം തെളിയുന്നു. പൊതുതാൽപര്യ ഹർജി പ്രകാരം ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ചോദ്യം ചെയ്യണമെങ്കിൽ കോടതിയുടെ പ്രത്യേക അനുവാദം വാങ്ങണമെന്ന് ജില്ലാ കോടതി ഉത്തരവിട്ടു. അതെ, ഈ കേസുമായി ബന്ധപ്പെട്ട SI ഉൾപ്പെടെ മറ്റു പോലീസുകാരെ സ്ഥലം മാറ്റുകയും ചെയ്തു. നീ ഞങ്ങളുടെ കൂടെ നീയൊക്കെ കൂടെ ആരെയെ കൊന്ന് വാസ്തവത്തിൽ ഈ രണ്ട് കുടുംബങ്ങളും നീതി അർഹിക്കുന്നവരാണ്. പക്ഷെ ആ നീതി ഒരിക്കലും നമുക്ക് നൽകാനാണ്. എന്റെ മോൻ എവിടെ? അവനൊന്നും പറ്റിയിട്ടില്ലെന്ന് എന്നോട് പറ. ഏതാ സീനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിയ ചെറിയൊരു കയ്യബദ്ധം. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. അതിഥി നിങ്ങൾ ആവശ്യപ്പെട്ടത് ഞാൻ തരുന്നു. വീണ്ടും വേദനിപ്പിച്ചതിന് മാപ്പ്. ജോർജുട്ടി, ജോർജുട്ടി, ഒന്നാലോചിച്ചാൽ അവരുടെ കാര്യം കഷ്ടമല്ലേ? സത്യത്തിൽ നമ്മളല്ലേ അവരെ ദ്രോഹിച്ചത്? നിനക്കങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത് നിന്റെ മനസ്സിന്റെ നന്മ. നീ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കി. ആ പയ്യൻ മൂലം നമ്മുടെ മകൾക്കാണ് ഇങ്ങനൊരു ദുരന്തം സംഭവിച്ചെങ്കിൽ ആ അമ്മ സ്വന്തം മകനെ രക്ഷിക്കാൻ ശ്രമിക്കില്ലേ? മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി നിങ്ങളുടെ ചില സ്വപ്നങ്ങൾ ഞങ്ങൾ തകർത്തു. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എന്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവിടെ എന്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് പൊറുക്കണം. നിങ്ങളൊരു സത്യസന്ധനായ പോലീസ് ഓഫീസറാണെന്ന് എനിക്കറിയാം. ഏത് കോടതിയിലും ഞാൻ കുറ്റമേറ്റുള്ള ഇവനെ വെറുതെ വിടാം. ഇല്ല, നിങ്ങൾ ചെയ്തത് ശരി. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാൽ ഇത് തന്നെ ചെയ്യും. ഇതിലെ ശരിയും തെറ്റുമാക്കി നിർവചിക്കാൻ മനുഷ്യ സഹജമായ സ്വാർത്ഥതയാണ്. നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം നമുക്ക് വലുതാണ്. മറിച്ച് ചിന്തിച്ചാൽ സംയോജനം. അതുകൊണ്ട് നമുക്കിത് സൗകര്യപൂർവ്വം ശ്രീകുമാർ അശ്വിനി രാജ് വേറെ ലെവൽ ഒന്നും പറയാനില്ല. ഗംഭീരം. ഒരു സിനിമ കണ്ട ഫീലാണ്. ഒരു 12 മിനിറ്റ് സംതിങ് 37 സെക്കൻഡ് കണ്ട് ഒരു എഡിറ്റിൽ, ഒരു മാഷപ്പിൽ 2 സിനിമ വെച്ച് കമ്പയർ ചെയ്താൽ ആവശ്യമായ സാധനങ്ങൾ മാത്രം വളരെ മിനിമൈസ് ചെയ്ത് മാത്രം ഉപയോഗിച്ച് നല്ല സൂപ്പറായിട്ടുള്ള എഡിറ്റിങ്ങിലൂടെ എൽദോ രാജു എന്ന് പറയുന്ന ER നിവിൻ എന്ന് പറഞ്ഞ ചാനലിൽ ഇദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. ഹാറ്റ്സ് ഓഫ്.